നമസ്കാരം. പ്രധാന വാർത്തകൾ. കായംകുളം NTPCയിലെ 22 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം 20-ന്. ഉദ്ഘാടകൻ സംസ്ഥാന വൈദ്യുതി മന്ത്രി. KSRTCയിൽ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധം. ട്രേഡ് യൂണിയനുകൾ സമരം ശക്തമാക്കുന്നു. കായംകുളത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ സ്ഥലങ്ങളിൽ തോടുകളിൽ പോളയും പായലും അടിയുന്നത് നാട്ടുകാരെ വലയ്ക്കുന്നു. നഗരസഭ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം. KP റോഡിൽ നൂറനാടിന് സമീപം കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. സംയോജിത ഊർജ്ജ നിർമ്മാതാവായ NTPC ലിമിറ്റഡിന്റെ 22 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി കായംകുളം NTPC നിലയത്തിൽ 20-ന് ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. ഗ്രീൻ എനർജി പോർട്ട്ഫോളിയോ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി NTPC 92 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി നിർമ്മിക്കുന്നതിന് 22 മെഗാവാട്ടിന്റെ ആദ്യഘട്ടമാണ് പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സംയോജിത ഊർജ്ജ നിർമ്മാതാവായ NTPC ലിമിറ്റഡിന്റെ 22 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി കായംകുളം NTPCയിൽ ഉദ്ഘാടനത്തിന് തയ്യാറായി. 20-ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. 350 മെഗാവാട്ട് നാഫ്ത അധിഷ്ഠിത ഗ്യാസ് പവർ പ്ലാന്റാണ് കായംകുളം NTPCയിലേത്. ഗ്രീൻ എനർജി പോർട്ട്ഫോളിയോ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി NTPC 92 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയാണ് നിർമ്മിക്കുന്നത്. ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ നിർമ്മാണം 2019-ലാണ് ആരംഭിച്ചത്. ഇതിൽ 22 മെഗാവാട്ടിന്റെ ആദ്യഘട്ടമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളുടെ സേവനങ്ങൾക്കായി ഇത് സമർപ്പിക്കാൻ തയ്യാറാണെന്ന് NTPC അധികൃതർ പറഞ്ഞു. ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റിന് സൂര്യപ്രകാശം ഒഴികെ മറ്റ് ഇന്ധനം ആവശ്യമില്ല എന്നതാണ് പ്രത്യേകത. അഡ്വക്കേറ്റ് AM ആരിഫ് MP, രമേശ് ചെന്നിത്തല MLA, സംസ്ഥാന ഊർജ്ജ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ, KSEB ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ B. അശോക്, ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രാജ്, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി G. ജയദേവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 2032ഓടെ 130 ജിഗാവാട്ട് കമ്പനിയായി മാറാൻ NTPCക്ക് പദ്ധതിയുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലുതും മികച്ചതുമായ പവർ കമ്പനിയാകാനാണ് NTPC ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ പറഞ്ഞു. CDNet ന്യൂസ്, ഹരിപ്പാട്. AISF സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ തുടങ്ങി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുത്തകവൽക്കരിക്കപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ വഴിതിരിച്ചുവിടുകയാണെന്ന് കാനം പറഞ്ഞു. AISFന്റെ സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുത്തകവൽക്കരിക്കപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ വഴിതിരിച്ചുവിടുകയാണെന്ന് കാനം പറഞ്ഞു. സാമൂഹ്യ മാറ്റത്തിനും എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുമായി സർക്കാർ സ്വീകരിച്ച പല നയങ്ങളും കേന്ദ്രം വരേണ്യവർഗത്തിന് മാത്രമായി ചുരുക്കി. മനുഷ്യ വിഭവശേഷി കുത്തകകൾക്ക് നൽകാനുള്ള മാർഗമാക്കി വിദ്യാഭ്യാസ രംഗത്തെ മാറ്റിയെന്നും കാനം പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് സംസ്ഥാനത്തിന് അനിവാര്യമെന്നും കാനം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ഏക വിദ്യാർത്ഥി സംഘടനയാണ് AISF. ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായ പങ്കാളിത്തമാകാൻ ഈ സംഘടനയ്ക്ക് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിൽ നമ്മുടെ ക്യാമ്പസുകളെ ഇളക്കിമറിക്കാനും വിദ്യാർത്ഥികളെ ആ സമരത്തിൻ്റെ ഭാഗമായി മാറ്റാനും AISF എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിളർപ്പിന് മുമ്പ്, രാജ്യം വിഭജിക്കുന്നതിന് മുമ്പ് കന്യാകുമാരി മുതൽ അങ്ങ് വടക്കോട്ട് എല്ലാ ക്യാമ്പസുകളും AISFന്റെ സാന്നിധ്യമുള്ള ക്യാമ്പസുകളായി. നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിക്കുമ്പോൾ പുതിയ തലമുറയെ അതിലേക്ക് കൊണ്ടുവരാനും
അതിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സുപ്രധാനമായ പങ്കുവഹിച്ച സംഘടനയാണ് AESF. പി കബീർ, ബിബിൻ എബ്രഹാം, CK ബിജിത് ലാൽ, അമൽ അശോകൻ, പ്രിജി ശശിധരൻ, ചിന്നു ചന്ദ്രൻ എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ TJ ആഞ്ചലോ സ്വാഗതം പറഞ്ഞു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KE ഇസ്മയിൽ, മന്ത്രിമാരായ K രാജൻ, GR അനിൽ, AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ, സെക്രട്ടറി TT ജിസ്മോൻ, AKSU സംസ്ഥാന പ്രസിഡന്റ് N ശ്രീകുമാർ, PFCT സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ C ഉദയകല, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ PV സത്യനേശൻ, G കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. നാദിറ ബഹ്റിൻ രക്തസാക്ഷി പ്രമേയവും RS രാഹുൽ രാജ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി J അരുൺ ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസ്ലാം ഷാ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം. കരുനാഗപ്പള്ളിയിൽ ഹോം അപ്ലയൻസ് സ്ഥാപനം തല്ലിത്തകർത്തു. പുള്ളിമാൻ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന രശ്മി ഹാപ്പി ഹോമാണ് തല്ലിത്തകർത്തത്. പുലർച്ചെ കെട്ടിട ഉടമയുടെ നേതൃത്വത്തിലെത്തിയ 100ഓളം പേരാണ് അക്രമം നടത്തിയതെന്നാണ് സ്ഥാപനമുടമയുടെ പരാതി. കരുനാഗപ്പള്ളിയിൽ ഗൃഹോപകരണ വിൽപ്പനശാല തല്ലിത്തകർത്തു. പുലർച്ചെ കെട്ടിട ഉടമയുടെ നേതൃത്വത്തിലെത്തിയ 100ഓളം പേരാണ് ആക്രമണം നടത്തിയതെന്നാണ് സ്ഥാപന ഉടമയുടെ പരാതി. കട ഒഴിയാത്തതിനാലാണ് ആക്രമണമെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ 7 വർഷമായി കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന രശ്മി ഹാപ്പി ഹോമാണ് തല്ലിത്തകർത്തത്. രാവിലെ 3 ബസ്സുകളിലായി എത്തിയ സംഘം കടയുടെ ഷട്ടറുകൾ തകർത്ത് സാധന സാമഗ്രികൾ നശിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കടയുടെ മുൻഭാഗം പൊളിച്ചു നീക്കേണ്ടതാണ്. എന്നാൽ കട പൂർണ്ണമായും ഒഴിയണമെന്നായിരുന്നു ഉടമയുടെ ആവശ്യമെന്നും സ്ഥാപന ഉടമ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് രാവിലത്തെ അനിഷ്ട സംഭവങ്ങൾ. സ്ഥാപനം തല്ലിത്തകർത്ത് ലക്ഷങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കേടുപാട് വരുത്തിയതായും CCTVയുടെ DVR ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോയതായും സ്ഥാപന ഉടമ രവീന്ദ്രൻ പറഞ്ഞു. കരുനാഗപ്പള്ളിയിലെ പ്രശസ്തമായ വലിയത്ത് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. കടമുറി ഒഴിയുന്ന ചർച്ചകൾ നടക്കുകയും സ്ഥാപനം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചിരുന്നതായും സ്ഥാപന ഉടമ പറയുന്നുണ്ട്. CDNet ന്യൂസ്, ഓച്ചിറ. KSRTCയിലെ ശമ്പള വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയനുകൾ സമരം ശക്തമാക്കും. TDF സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല ധർണ ആരംഭിക്കും. BMS സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അതേസമയം ശമ്പള വിതരണം ഉടൻ പൂർത്തിയാക്കുമെന്നാണ് മാനേജ്മെന്റ് നിലപാട്. KSRTCയിലെ ശമ്പള വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ട്രേഡ് യൂണിയനുകൾ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചു. TDF സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല ധർണ ആരംഭിക്കും. BMSന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചും നടക്കും. ശമ്പള വിതരണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട്. ഈസ്റ്റർ കഴിഞ്ഞിട്ടും ശമ്പള വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ ഒന്നടങ്കം സമരം ശക്തമാക്കുന്നത്. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് TDF സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല ധർണ ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം. തീരദേശപാത ഇരട്ടിപ്പിക്കുന്ന പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് MP കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്ത് നൽകി. കായംകുളം എറണാകുളം തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കുന്ന പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവിന് KC വേണുഗോപാൽ കത്ത് നൽകി. പാത ഇരട്ടിപ്പിക്കൽ പദ്ധതി അടിയന്തരമായി പുനരാരംഭിക്കണമെന്നും പാസഞ്ചർ മെമു തീവണ്ടികൾ പുനരാരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം. വേനൽ മഴയിൽ ജില്ലയിൽ 112 കോടിയുടെ നഷ്ടം. 8467 കർഷകരെ ബാധിച്ചു. 27,000 ഹെക്ടറിൽ 6400 ഹെക്ടറിലെ നെൽകൃഷി നശിച്ചു. കൃഷിവകുപ്പ് ഡയറക്ടർ TV സുഭാഷിന്റെ നേതൃത്വത്തിലാണ് നഷ്ടം തിട്ടപ്പെടുത്തിയത്. വേനൽ മഴയിൽ ജില്ലയിൽ 112 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കൃഷി വകുപ്പ് വിലയിരുത്തി. 8467 കർഷകരെ വേനൽ മഴ സാരമായി ബാധിച്ചു. 27,000 ഹെക്ടറിൽ 6400 ഹെക്ടറിലെ നെൽകൃഷി നശിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പ് ഡയറക്ടർ TV സുഭാഷിന്റെ നേതൃത്വത്തിലാണ് നഷ്ടം വിലയിരുത്തിയത്. ഇൻഷുർ ചെയ്ത വിളകൾക്ക് ഇൻഷുറൻസ് ആനുകൂല്യവും പ്രകൃതിക്ഷോഭ ധനസഹായവും നൽകുന്നതിന് കൃഷി വകുപ്പ് നടപടി സ്വീകരിക്കുമെന്ന് കൃഷി വകുപ്പ് ഡയറക്ടർ അറിയിച്ചു. മട പൊട്ടുകയും മട കവിഞ്ഞ് ഒഴുകുകയും ചെയ്ത പാടശേഖരങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ധനസഹായം ലഭ്യമാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജലസേചനം, മണ്ണ് പര്യവേഷണം, KLDC, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ പദ്ധതികൾക്ക് രൂപം നൽകും. ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിലെ വെള്ളക്കെട്ട് കുറയ്ക്കാൻ ഇടത്തോടുകളിലൂടെയുള്ള നീരൊഴുക്ക് സുഗമമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൃഷിനാശം വിലയിരുത്താൻ വിവിധ പ്രദേശങ്ങൾ സംഘം സന്ദർശനം നടത്തി. CDNet ന്യൂസ്, കായംകുളം. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കളരിക്കൽ ജംഗ്ഷന് തെക്കുവശം മൃഗസംരക്ഷണ വകുപ്പിന്റെ വെറ്റിനറി സബ് സെന്ററിന്റെ ഉദ്ഘാടനം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ പ്രസന്നകുമാരി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമഠം, വാർഡ് മെമ്പർ കോലത്ത് ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജികുമാർ,
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബീന സുരേന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ ദീപ പുഷ്പൻ, രാധിക മുരളി, കോലത്തേത്ത് പത്മിനി, ഷീജ മോഹൻ, വീണ അജയകുമാർ, KR രാജേഷ്, ഡോക്ടർ ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു. കായംകുളത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ സ്ഥലങ്ങളിൽ തോടുകളിൽ പോളയും പായലും അടിയുന്നത് നാട്ടുകാരെ വലയ്ക്കുന്നു. നഗരസഭാ വാർഡ് 31 ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന് സമീപത്തുകൂടി ഒഴുകുന്ന തോടിൽ വൻതോതിലാണ് പോളയും പായലും അടിഞ്ഞിരിക്കുന്നത്. കായംകുളത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ സ്ഥലങ്ങളിൽ തോടുകളിൽ പോളയും പായലും അടിയുന്നത് നാട്ടുകാരെ വലയ്ക്കുന്നു. നഗരസഭ 31 വാർഡിലെ ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന് സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിൽ വൻ തോതിലാണ് പോളയും പായലും അടിഞ്ഞിരിക്കുന്നത്. തോട് ഈ വിധമായിട്ട് മാസങ്ങളായെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് എത്രയും വേഗം മാറ്റിച്ച് ഈ സമ്പൂർണ്ണമായിട്ട് മാറ്റി കിട്ടിയ ഈ ഇവിടുത്തെ ദുരിതങ്ങളും ഈ അഴുക്കുകളൊന്നും മാറിക്കിട്ടണം, രോഗങ്ങൾ മാറിക്കിട്ടും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല നേട്ടം ഉണ്ടാകുന്ന ഇതൊരു ഏക മാർഗമാണ്. പോളയും പായലും കുന്നുകൂടി കിടന്ന് തോടിന്റെ ഒഴുക്ക് പൂർണ്ണമായി നിലച്ച സ്ഥിതിയിലാണ്. ഇതുമൂലം മഴക്കാലത്ത് പ്രദേശത്തെ വീടുകളിലും പുരയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്നതും പതിവായി. അധികാരികളുടെ മുമ്പിലെല്ലാം ഇതിങ്ങനെ തുറന്ന് കാണിച്ചു കൊടുത്തോണ്ടിരിക്കും തോറും അവര് ഒന്നും ഒരു വക ഇവിടെ ചെയ്യാറില്ല. ഈ കാവടിപ്പാലം എന്ന് പറഞ്ഞാൽ ഇത് മുനിസിപ്പാലിറ്റിയാണ്. ഈ ഭാഗം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. നമ്മളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ല. മെമ്പറിനെ വിളിച്ചു കഴിഞ്ഞാൽ മെമ്പർ പറയും വേറെ ആരെങ്കിലും വിട്ട് എന്തെങ്കിലും ചെയ്തു എന്നാണ് മെമ്പറിന്റെ ഒരു വാക്ക്. അപ്പോൾ അത് തന്നെയല്ല, നമുക്കിവിടെ പ്രതിവാരി എന്ന് പറഞ്ഞു ഇവിടെ പിച്ചിങ് കെട്ടിത്തരാമെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്നെല്ലാം ഈ ഭാഗത്ത് നോട്ട് മേടിച്ചേക്കുന്നത്. പിച്ചിങ് ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, ഒരു വക ഇവിടെ നടന്നിട്ടില്ല. പോളയ്ക്കും പായലിനുമൊപ്പം മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നത് പൊതുജനാരോഗ്യത്തിന് വൻ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. തോട്ടിലെ ഒഴുക്ക് നിലച്ചത് കൊതുകുകൾ പെരുകുന്നതിനും ഇടയാക്കുന്നു. ഇത്രയും ഗുരുതരമായ അവസ്ഥയുണ്ടായിട്ടും നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഇതിൻ്റെ ഈ സൈഡിൽ കിടക്കുന്ന ഇതിനകത്ത് കിടക്കുന്ന ഈ തോടിനകത്ത് കിടക്കുന്ന പോള 3-4 മാസമായത് പോളയുടെ ഇതിൻ്റെ പുറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ആളുകൾക്ക് നടക്കാം. ആ രീതിയിൽ വളരെ തിക്കായിട്ട് കിടക്കുവാണ് ഈ പോള. ഇത് പോള മാറ്റുന്നതിനെ പറ്റി പല ആളുകളോടും പല പ്രാവശ്യം എല്ലാ ജനപ്രതിനിധികളോടും ഒക്കെ പറയും. പക്ഷേ യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. വളരെ അത്യാവശ്യമുള്ള ഒരു പ്രശ്നമാണ് ഈ പിച്ചിങ് കിട്ടുക എന്നുള്ളത്. MLA അതുപോലെ ബന്ധപ്പെട്ടവർ മുൻകൈ എടുത്ത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിഷയത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. പ്രദേശത്തിന്റെ തെക്ക് വശത്തുള്ള തോണ്ടാലിൽ കുന്നിൽ പ്രദേശത്തും പോളയും പായലും നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. CD നെറ്റ് ന്യൂസ്, കായംകുളം. കേരള ദളിത് പാന്തേഴ്സ് സംസ്ഥാന കമ്മിറ്റിയുടെയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കരയിൽ അംബേദ്കർ ജയന്തി പൊതുസമ്മേളനം നടത്തി. സംഘടനയുടെ സ്ഥാപക നേതാവ് K. അംബുജാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ദളിത് പാന്തേഴ്സ് സംസ്ഥാന കമ്മിറ്റിയുടെയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അംബേദ്കർ ജയന്തി പൊതുസമ്മേളനം മാവേലിക്കരയിൽ നടന്നു. ദളിത് പാന്തേഴ്സിന്റെ സ്ഥാപക നേതാവും പ്രസീഡിയം മെമ്പറുമായ K. അംബുജാക്ഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KDP ജില്ലാ പ്രസിഡന്റ് പ്രശാന്തൻ പത്തിയൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുനിൽ ധരണി സ്വാഗതം പറഞ്ഞു. സന്തോഷ് ഇടയ്ക്കാട്, സന്തോഷ് പാണ്ടനാട്, രാജൻ കണ്ണനാകുഴി, രജുകുമാർ പാണ്ടനാട്, സുധീർ കുമാർ, മോഹൻ C. മാവേലിക്കര, സന്തോഷ് പുലിയൂർ, ബിജു ഇലഞ്ഞിമേൽ, ജോജി എടത്തുവ, വിനോദ് മുറിയാറിക്കര, ബിജി ഇലഞ്ഞിമേൽ, ജ്യോതിലക്ഷ്മി പാണ്ടനാട് തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF കായംകുളം ചേരാവള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബദർ അനുസ്മരണവും റിലീഫ് വിതരണവും നടത്തി. SYS സോൺ പ്രസിഡന്റ് ഇമാമുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF കായംകുളം ചേരാവള്ളി യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ബദർ അനുസ്മരണവും റിലീഫ് വിതരണവും നടത്തി. SYS സോൺ പ്രസിഡന്റ് ഇമാമുദ്ദീൻ സഖാഫി ഉദ്ഘാടനം നിർവഹിച്ചു. നിസാർ സഖാഫി അധ്യക്ഷത വഹിച്ചു. സുധീർ നമ്പലശ്ശേരിൽ സ്വാഗതം പറഞ്ഞു. ബദർ അനുസ്മരണവും ദുആയും അസൈദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ നിർവഹിച്ചു. യൂണിറ്റ് പരിധിയിലെ 1100 കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം കായംകുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M. സിയാദ് നിർവഹിച്ചു. നിർധന രോഗികൾക്കുള്ള മെഡിക്കൽ കാർഡിന്റെ വിതരണം SYS ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ മുസ്ലിയാർ നിർവഹിച്ചു. ചേരാവള്ളി പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിൽ സ്വാതന്ത്ര്യ സാമൂഹിക പ്രവർത്തനങ്ങളും മയ്യത്ത് പരിപാലനവും നടത്തി മുന്നോട്ടു പോകുകയാണ് സംഘടനയെന്ന് അധികൃതർ പറഞ്ഞു. പൊതുജന സേവനങ്ങൾക്കും അനുയോജ്യമായ സാധന കേന്ദ്രവും നിർധനരായ കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്ന സ്വാതന ക്ലബ്ബും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എമർജൻസി ടീമും പ്രവർത്തിക്കുന്നു. കുടുംബങ്ങൾക്കുള്ള റിലീഫ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് സോൺ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖയ്യൂം, സോൺ ഫിനാൻസ് സെക്രട്ടറി നസീർ, സോൺ സെക്രട്ടറിമാരായ സാദിഖ് ഇസ്മായിൽ, അബ്ബാസ്, സർക്കിൾ പ്രസിഡന്റ് നുജുമുദ്ദീൻ സഖാഫി, സെക്രട്ടറി അനസ് അജ്വ, കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കോയ, സെക്രട്ടറി ഇളയ കുഞ്ഞ്, SYS യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ്, ഫാലി, ഷാജി കുറ്റിയിൽ, താജിർ നിഷാദ്, ഫഖൽ ആഷിഖ് മഹ്ലിരി, അനിമോൻ, റാഫി, കൊച്ചുമോൻ, ഹുസൈൻ, താഹ യു തുടങ്ങിയവർ സംസാരിച്ചു. അവസ്ഥ അനുഭവിക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും താങ്ങായി കൂടുതലുണ്ട് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ഈ പ്രദേശത്തുള്ള അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പ്രമുഖരായ പ്രവർത്തകർ എന്നും ഈ നാടിന് താങ്ങും തണലുമായി നിൽക്കുന്നവരാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലയളവിൽ അവസ്ഥ അനുഭവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി തങ്ങളാൽ കഴിയുന്ന മുഴുവൻ സേവന സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. CD നെറ്റ് ന്യൂസ് കായംകുളം. SYS കേരള മുസ്ലിം ജമാഅത്ത് SSF കായംകുളം പുളിമുക്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് വിതരണം നടത്തി. SYS ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. SYS കേരള മുസ്ലിം ജമാഅത്ത് SSF കായംകുളം പുളിമുക്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് നടത്തി. കായംകുളം സോണിന്റെ നേതൃത്വത്തിൽ 26 യൂണിറ്റുകളിൽ റിലീഫ് വിതരണവും വളരെ സുദൃഢമായ രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു ദിവസം മാറ്റും. അതിന്റെ ഭാഗമായിട്ടാണ് പുളിമുക്ക് യൂണിറ്റ് SYS ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. സാന്ത്വന കേന്ദ്രം, ചെറക്കുളങ്ങര മസ്ജിദിന് സമീപമായി ഒരു സാന്ത്വന കേന്ദ്രം സ്ഥാപിക്കുകയും അതിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികൾക്ക് വേണ്ട വാട്ടർ ബെഡ്, എയർ ബെഡ്, ഓക്സിജൻ സിലിണ്ടർ, മരുന്നുകൾ, മറ്റത്യാവശ്യ വസ്തുക്കൾ യഥാസമയം എത്തിച്ചു കൊടുത്ത് താങ്ങും തണലുമായിട്ട് ഇന്ന് പുളിമുക്ക് യൂണിറ്റിന്റെ SYS മാറി. അതുപോലെ നിത്യരോഗികൾക്കുള്ള ചികിത്സാ ധനസഹായങ്ങൾ പല ഘട്ടങ്ങളിലായി നടന്നുവരും. SYS ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ വാർഡ് കൗൺസിലർ AJ ഷാജഹാൻ മെഡിക്കൽ കാർഡിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃപ്തി മാത്രം കാംക്ഷിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കാംക്ഷിച്ച് നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. ഇന്ന് സംസ്ഥാനത്ത് ഇത്രയധികം യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, യുവത മാർഗഭ്രംശം സംഭവിച്ച് പോകുന്ന സാഹചര്യത്തിൽ അവരെ നേരായ വഴിക്ക് ഏകദ വിശ്വാസത്തിൽ അടിസ്ഥാനമാക്കി നേരായ മാർഗത്തിൽ നയിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാഅത്ത്. അതുമായി ബന്ധപ്പെട്ടുള്ള SSFും SYSും വളരെ അച്ചടക്കത്തോടുകൂടി ഇതിന്റെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തും പ്രവർത്തിക്കുകയാണ്. കിറ്റ് വിതരണം ഹരിലാൽ നിർവഹിച്ചു. ഞാൻ ഈ കുട്ടികളുടെ വഴിതെറ്റിപ്പോക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, ഒരുപാട് ആളുകൾ നമ്മളെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിന്ന് കൂട്ടത്തോടെ നിന്ന് പ്രത്യേകതര ബിസിനസ്സുകൾ ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയണം, ഇവിടെ ഒരു വലിയ ശല്യമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ നേരായ മാർഗത്തിലേക്ക് നടത്തിക്കൊണ്ടുവരികയും അതുപോലെ തന്നെ അതുവഴി പാവത്തങ്ങളായ ജനങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ചികിത്സാ ധനസഹായ വിതരണം CPI നേതാവ് റഹീം നിർവഹിച്ചു. കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ കഴിഞ്ഞ 8-9 മാസക്കാലമായി SYSന്റെ നേതൃത്വത്തിൽ അവിടെ വരുന്ന നിർധനരായ രോഗികൾക്ക് വേണ്ട ഒരു ചെറിയ ആശ്വാസം എന്ന നിലയിൽ ചായയും കടിയും മറ്റ് കാര്യങ്ങളും 8-9 മാസമായി നടന്നു വരുന്നത് നമ്മൾ നേരിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഏതെല്ലാം കാര്യങ്ങൾ ഇവിടെ തന്നെ എത്രയോ നിർധനരായ രോഗികൾക്ക് എയർ ബെഡും വാട്ടർ ബെഡും സഹിതം കൊടുത്തുകൊണ്ട് ജനസേവന തൽപരരായ ഒരു പറ്റം ചെറുപ്പക്കാർ. ചടങ്ങിൽ സോൺ പ്രസിഡന്റ് ഇമാമുദ്ദീൻ സക്കാഫി, സോൺ സാന്ത്വന സെക്രട്ടറി സുനീർ പുളിമുക്ക്, പ്രസിഡന്റ് ഹാരിസ് സക്കാഫി, യൂണിറ്റ് നേതാക്കളായ റഷീദ്, അഫ്സൽ, നസീർ, സത്താർ, അനീർ, മിഥിലാജ്, SSF ഡിവിഷൻ സെക്രട്ടറി അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ് കായംകുളം. KP റോഡിൽ നൂറനാട് സമീപം കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KP റോഡിൽ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിന് സമീപം കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം നടന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. കായംകുളം ഭാഗത്തു നിന്നും നൂറനാട് ഭാഗത്തേക്ക് വന്ന കാറാണ് ബസിൽ ഇടിച്ച് തകർന്നത്. അപകടത്തിൽ കാർ ഡ്രൈവർ നൂറനാട് JK ട്രേഡേഴ്സ് ഉടമയായ രാമനാഥന് കൈക്ക് സാരമായി പരിക്കേറ്റു. ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിൽ ഇദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. അടൂർ കായംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സാനിറ്റോറിയത്തിന് മുന്നിൽ യാത്രക്കാരെ ഇറക്കിയതിനു ശേഷം മുന്നോട്ട് നീങ്ങവെയാണ് അപകടം നടന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കാർ നിശേഷം തകർന്നു. ബസിന്റെ മുൻഭാഗത്തെ ചില്ലുകൾ തകർന്നു. കായംകുളത്തു നിന്നും ഫയർഫോഴ്സും നൂറനാട് പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. CD നെറ്റ് ന്യൂസ് ചാരുമൂട്. ചെട്ടികുളങ്ങര ഈരേഴത്തേക്ക് 367 നമ്പർ SNDP ശാഖായോഗത്തിന്റെ 27ാമത് പ്രതിഷ്ഠാ വാർഷികവും ശ്രീനാരായണ ദർശന ജ്ഞാനയജ്ഞവും നടന്നു. നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശം, സമൂഹ പ്രാർത്ഥന എന്നിവ നടന്നു. ചെട്ടികുളങ്ങര ഈരേഴത്തേക്ക് 367 നമ്പർ SNDP ശാഖായോഗത്തിന്റെ 27ാമത് പ്രതിഷ്ഠാ വാർഷികവും ശ്രീനാരായണ ദർശന ജ്ഞാന യജ്ഞവും നടന്നു. രാവിലെ 5 മണിക്ക് നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശം, സമൂഹ പ്രാർത്ഥന എന്നിവ നടന്നു. 11-ന് ശിവഗിരി മുൻ മഠാധിപതി സ്വാമി വിശ്വദാനന്ദ പ്രഭാഷണം നടത്തി. എല്ലാവരും ഭരണകാലം തൊട്ട് ഇങ്ങോട്ട്
സയൻറ്റിസ്റ്റുകൾ അവർ ബഹിരാകാശത്ത് പോകുന്നു, എല്ലാവരും അവരായി കഴിഞ്ഞു, പ്ലെയിൻ ഓടിക്കുന്നു, നമ്മുടെ സോൾജിയേഴ്സായിട്ട് നിൽക്കുന്നു, എന്തെല്ലാം തരത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ സ്വാതന്ത്ര്യമൊക്കെ അന്നേ ഗുരു കണ്ടു കൊടുത്തതാണ്. അപ്പോൾ നാം നന്നാകണം എന്നുള്ളത് നമുക്ക് വേണം. അതുകൊണ്ട് ഡോക്ടറായാലും ആരായാലും ബിസിനസ്സുകാരനായാലും ആരായാലും നമ്മുടെ വീട്ടിലെ സ്വസ്ഥമായി ഇരുന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യമില്ല, തൊട്ടടുത്ത് വന്നു ഒന്നും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് ഏകാന്തരമാണ് നടയടഞ്ഞു കിടന്നോട്ടെ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം ഞാൻ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞു. ഇനി സുഹൃത്തെ, ഇവിടെ വന്ന് അവർ പ്രാർത്ഥിക്കുന്നു, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും മതിയാകും. പക്ഷേ അതല്ല ഗുരു പറയുന്നത്. മറ്റുള്ളവർക്ക് കൂടി ഒരു മാർഗമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആചാരങ്ങളെ. 12-ന് പൊതുസമ്മേളനം മാവേലിക്കര യൂണിയൻ കൺവീനർ ഡോക്ടർ AV ആനന്ദരാജ് ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും ഭഗവാൻ അറിവ് പകർന്നു കൊടുക്കുന്നതിൽ ഒരു ബദ്ധ ശ്രദ്ധാലുവായിരുന്നു എന്ന് ഭഗവാനെ പഠിക്കുന്ന ആളുകൾ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സിലുള്ള അന്ധതയെ മാറ്റിക്കൊണ്ട് അവിടേക്ക് പ്രകാശം നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ധർമ്മിഷ്ഠന്മാരായ മനുഷ്യരായി, ഏറ്റവും വൃത്തിയുള്ളവരായി, ലോകത്തെ അറിയുന്നവരായി, അറിവ് സമ്പാദിക്കുന്നവരായി, അറിവ് പകർന്നു കൊടുക്കുന്നവരായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഭഗവാൻ വിഭാവനം ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഭഗവാനെ ഏറ്റവും വലിയ നവോത്ഥാന നായകനായി, ഒരു വിപ്ലവകാരിയായി, സാമൂഹ്യ പരിഷ്കർത്താവായി ഒക്കെ കുറെ പേരെങ്കിലും അത്തരത്തിൽ വിശേഷിപ്പിക്കും. ശാഖായോഗം വൈസ് പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. രാജൻ ഡ്രീംസ്, ഗോപൻ ആഞ്ചലിപ്ര, അമ്പിളി, സുനി ബിജു, കെ വാസുദേവൻ, രാജൻ ഇടയിരിയത്ത്, രാകേഷ്, വിശ്വമോഹിനി, അനന്തു, ലീന എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്നദാനം, ദീപകാഴ്ചയോടുകൂടി ദീപാരാധന എന്നിവയും നടന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ എറൈസ് 2022 എന്ന പേരിൽ അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. ചലച്ചിത്ര ടെലിവിഷൻ നടൻ ഗിന്നസ് പക്രു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ എറൈസ് 2022 എന്ന പേരിൽ നടത്തുന്ന അവധിക്കാല ക്യാമ്പിന് തുടക്കമായി. അറിവും കലയും വിനോദവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ക്യാമ്പാണ് നടക്കുന്നത്. സ്കൂൾ ഗായക സംഘം പ്രാർത്ഥനാ ഗാനം ആലപിച്ചതിനു ശേഷം സ്കൂൾ പ്രിൻസിപ്പൽ ലീന ശങ്കർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഗായത്രി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഫാദർ റൂയി ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി. ചലച്ചിത്ര ടെലിവിഷൻ നടൻ ഗിന്നസ് പക്രു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗായത്രി വിദ്യാമന്ദിറിലും കൊച്ചുകുട്ടികൾക്കായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള അവധിക്കാല ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗിന്നസ് പക്രു നിർവഹിച്ചു. ഞാൻ ജീവിതത്തിൽ 1-2 കഥാപാത്രങ്ങൾ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് എന്നെ സ്പർശിക്കുകയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഇളയരാജ എന്ന സിനിമയിലെ വനജൻ എന്ന് പറയുന്ന ഒരു കപ്പലണ്ടി കച്ചവടക്കാരൻ്റെ റോള് ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്തു. അത് ആ സിനിമ നമ്മുടെ അപ്പോത്തിക്കിരി, മേൽവിലാസം തുടങ്ങിയ സിനിമകൾ ചെയ്ത മാധവ് രാംദാസ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ പടമായിരുന്നു. അതിൽ ജീവിതഗന്ധിയായ ഒരു കഥയാണ്. ഇത്തരത്തിലുള്ള ഒരാൾ ജീവിതത്തിൽ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നടക്കുന്നൊരു പെടാപ്പാടാണ് ആ സിനിമ. കണ്ടിട്ടില്ലെങ്കിൽ കാണണം. കാരണം ആ സിനിമയിൽ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്ന ഒരു മോട്ടിവേഷൻ്റെ ഒരു ബുക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിലെ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും പരിമിതികൾ, കുറവുകൾ, ചിലപ്പോൾ ശാരീരികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർക്ക് മക്കൾ ഏതെല്ലാം തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുന്ന അത്തരത്തിലുള്ളൊരു വലിയ ആശയം പറയുന്നൊരു സിനിമയാണ് ഇളയരാജ. തുടർന്ന് ചലച്ചിത്ര പിന്നണി ഗായകൻ സുനിൽ മത്തായിയും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടും സ്കൂൾ കായിക അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തിയ എയറോബിക്സ് കായിക ഇനങ്ങളും നടന്നു.
ഉദ്ഘാടകൻ ഗിന്നസ് ബക്രുവിനും സുനിൽ മത്തായിക്കും സ്കൂൾ അധികൃതർ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ ചെയർമാൻ സി ഷാജി, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സി ജയസിംഗ്, ട്രഷറർ ജോസ് ജോർജ്, വിദ്യാമന്ദിർ ഡയറക്ടർ സി എസ് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പ് ഈ മാസം 29-നാണ് സമാപിക്കുന്നത്. CDNet News, കായംകുളം. താമരക്കുളം BVHSSൽ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. സമ്മേളനം SIET ഡയറക്ടർ ബി അബുരാജ് ഉദ്ഘാടനം ചെയ്തു. താമരക്കുളം BVHSSൽ 85ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. പത്മിനിയമ്മ സ്മാരക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം SIET ഡയറക്ടർ ബി അബുരാജ് ഉദ്ഘാടനം ചെയ്തു. മീറ്റിംഗിൽ സംബന്ധിക്കാൻ വേണ്ടി ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയുന്നതേയില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ 10ാം ക്ലാസ് ഹിന്ദി പാസ്സായി. പക്ഷെ അങ്ങനെ നമ്മളിങ്ങനെ BVHSലെ ഈ സ്റ്റേജ് മനസ്സിൽ വിചാരിക്കുക, എല്ലാം അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ആ മീറ്റിംഗ് ഞാനായിരിക്കും അധ്യക്ഷൻ. പക്ഷെ അധ്യക്ഷന് ഹിന്ദി അറിയത്തില്ല. നമുക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ആശങ്ക ഉണ്ടാവും. കാരണം ബാക്കിയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം സംസാരിക്കുന്ന ഹിന്ദിയിലാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ വൈകുന്നേരം 4 മണി വരെയൊക്കെ 10 മണിക്ക് തുടങ്ങി മീറ്റിംഗ് കാണും, 2 സെഷനായിട്ട്. ഈ 4 മണി വരെ ഈ അധ്യക്ഷനൊന്നും മനസ്സിലാവുന്നില്ല. അധ്യക്ഷൻ മൂന്നാമത് ഇരിക്കുക. പക്ഷെ അതിനൊക്കെ ഒരു ആത്മധൈര്യം തന്നത് ഈ വേദിയാണ്. സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ബി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ GGH നായർ സ്വാഗതം പറഞ്ഞു. മാറിയ കാലഘട്ടത്തിലെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്ന വിഷയത്തിൽ ഡോക്ടർ ബിന്ദു ഡി സനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി HM AN ശിവപ്രസാദ് വിരമിച്ചവരെ പരിചയപ്പെടുത്തി. സ്കൂൾ മാനേജർ P രാജേശ്വരി വിരമിക്കുന്നവർക്കുള്ള ആദരവ് നൽകി. M അജയകുമാർ, A സിന്ധു, GS സതീഷ്, B അനിൽകുമാർ, N രാധാകൃഷ്ണപിള്ള, R രതീഷ് കുമാർ, P മിനി, K രഘുകുമാർ, S സഫീന BV, ഗോപകുമാർ മധുരാപുരി എന്നിവർ സംസാരിച്ചു. HS സ്റ്റാഫ് സെക്രട്ടറി CS ഹരീഷ്ണൻ നന്ദി പറഞ്ഞു. 3-4-5 പേരെയൊക്കെ വിളിച്ചിട്ട് ഒരു ടോപ്പിക്ക് കൊടുത്ത് ആ ടോപ്പിക്കിൽ സംസാരിക്കുക. കുറേ കുട്ടികൾക്ക്, അധ്യാപകർക്ക്, മറ്റുള്ളവർക്ക് അത് കേൾക്കാൻ അവസരം കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ടീച്ചർക്ക് വേണ്ടി ഞാൻ അന്ന് സംസാരിച്ച വിഷയം ഭാഷാധ്യാപിക ആയതുകൊണ്ട് ആശാൻകൃതികളിലെ സ്ത്രീയും പ്രണയവും എന്നുള്ള വിഷയത്തിലാണ് സംസാരിച്ചത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വിഷയം എന്ന് സാറ് ഓക്കെ, വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ തവണ സംസാരിച്ചതും ഈ ഒരു പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഏതാണ്ട് ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. CDNet News, ചാരുമൂട്. CTM ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ റംസാൻ മജ്ലിസ് നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. CTM ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ റംസാൻ മജ്ലിസ് സംഘടിപ്പിച്ചു. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സൈഡിൽ കൂടി നമ്മൾ നമ്മുടെ നാടിന്റെ മതേതരത്വവും ഐക്യവും അഖണ്ഡതയും ഒക്കെ കാത്തു സൂക്ഷിച്ച് ഉള്ളവരിൽ നിന്നും ഇല്ലാത്തവരിലേക്ക് സമ്പത്ത് എത്തിച്ച് പാവങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെങ്കിലും നമ്മുടെ നാട് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യൻ രാഷ്ട്രീയത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ, വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ പരസ്പരം ആയുധം എടുത്തുകൊണ്ട് ലോകത്ത് ആർക്കും പ്രയോജനമില്ലാത്ത, ഒന്നിനും പരിഹാരമാകാത്ത കൊലപാതകത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതൊരു സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. കോടാനുകോടി വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും പരിപാവനമായ, ഏറ്റവും പുണ്യമായ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. 313 കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. അബ്ദുൾ സലാം അൽ ഖാസിമി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ച ചടങ്ങിൽ BJP ദക്ഷിണ കേരള വൈസ് പ്രസിഡന്റ് മാലുമേൽ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് മുൻ അധ്യക്ഷൻ അയ്യാണിക്കൽ മജീദ്, INL ജില്ലാ പ്രസിഡന്റ് കുറ്റിയിൽ നിസാം, RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MS ഷൌക്കത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് BS വിനോദ്, NSS പ്രതിനിധി കോയിക്കലേത്ത് രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗ് ഭാരവാഹികളായ ബിജു, റാഫി, ഉണ്ണി, സൈനുദ്ദീൻ തഴവാശ്ശേരിൽ എന്നിവർ സംസാരിച്ചു. CDNet News, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളം NTPCയിലെ 22 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം 20-ന്. ഉദ്ഘാടകൻ സംസ്ഥാന വൈദ്യുതി മന്ത്രി. KSRTCയിൽ ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധം. ട്രേഡ് യൂണിയനുകൾ സമരം ശക്തമാക്കുന്നു.
നഗരത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ സ്ഥലങ്ങളിൽ തോടുകളിൽ പോളയും പായലും അടിയുന്നത് നാട്ടുകാരെ വലയ്ക്കുന്നു. നഗരസഭ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം. KP റോഡിൽ നൂറനാടിന് സമീപം കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.